സുരക്ഷിതമായ സ്ഥാനത്തേക്ക് നീക്കുക എന്ന നീക്കമാണ് ഇപ്പോൾ ഈ കരസേനയുടെ മൂവ്മെൻറ്റിലൂടെ ഇസ്രയേൽ മുന്നോട്ട് വയ്ക്കുന്നത്. ആ നീക്കം പ്രായോഗികമാകുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിലൊരു നീക്കം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ വലിയ തോതിലുള്ള ഒരാക്രമണം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഉണ്ടാവുകയും ഇസ്രയേലിൽ വലിയ രീതിയിലുള്ള നാശമുണ്ടാവുകയും ചെയ്യുമെന്ന തിരിച്ചറിവിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ ആയുധങ്ങളെല്ലാം പിടിച്ചെടുക്കാനുള്ള ഒരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ 2024 നവംബറിലുണ്ടായതേപോലെ തന്നെ ഹിസ്ബുള്ളയുടെ എല്ലാവിധ ആയുധങ്ങളും പൂർണ്ണമായും പിടിച്ചടക്കി ഹിസ്ബുള്ളയെ നിരായുധീകരിച്ച് ആ വാഗ്ദാനം ഇസ്രയേലിന് നൽകാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ നിലവിൽ ലെബനനിലെ വ്യവസ്ഥാപിത സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ആ നീക്കങ്ങളുടെ ഭാഗമായാണ് തുടർ നടപടികളുടെ ഭാഗമായി ആയുധങ്ങൾ പിടിച്ചെടുക്കാനുള്ളൊരു നീക്കവും നടക്കുന്നത്. ശരി, ഐസൺ ജോസാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രജിത് മോഹനൻ കൂടി ചേരുന്നുണ്ട്. ഇറാൻ വ്യോമ പരിധിയിൽ വീണ്ടും നാശം വിതച്ച് ഇസ്രായേൽ US പോർ വിമാനങ്ങൾ. ഇറാനിലെ നിർണായക കേന്ദ്രങ്ങളിൽ വീണ്ടും ആക്രമണം. IRGC ഇന്റലിജൻസ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം ഉണ്ടായത്. Su-22 ബോംബറുകളും ഷഹീദ് ഡ്രോണുകളും ആക്രമിച്ച് തകർത്തു. ബഹ്റൈനിലെ അമേരിക്കൻ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്ത് ഇറാന്റെ തിരിച്ചടി. ഖത്തറിലെ ജനവാസ മേഖലകൾ ആക്രമിച്ച് ഡ്രോണുകൾ വെടിവെച്ചിട്ടു. കുവൈറ്റിൽ 5 സ്ഫോടക ശബ്ദങ്ങൾ ഉണ്ടായതായി കേട്ടതായി റിപ്പോർട്ടുകൾ വരുന്നു. കുവൈറ്റിൽ 3 F-15E വിമാനങ്ങൾ തകർന്നെന്ന് സ്ഥിരീകരിച്ച് അമേരിക്ക. കുവൈറ്റ് സേന അബദ്ധത്തിൽ വെടിവെച്ചിട്ടതെന്നും സ്ഥിരീകരണം വരുന്നുണ്ട്. പ്രജിത് മോഹനൻ ചേരുന്നു. പ്രജിത്ത്, പ്രത്യാക്രമണങ്ങൾ ഇങ്ങനെ തുടരുകയാണ്. എന്താണ് നിലവിൽ ഇപ്പോൾ ഇറാൻ വ്യോമ പരിധിയുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? അതായത് വലിയ നാശമാണ് അവിടെ ഇസ്രായേൽ US പോർ വിമാനങ്ങൾ വഹിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ? അമേരിക്കയുടെ വിവിധ വിമാനവാഹിനി കപ്പലുകളിൽ നിന്നും അതോടൊപ്പം തന്നെ GCCയിലെ വിവിധ ബേസുകളിൽ നിന്നുമുള്ള വിമാനങ്ങൾ വ്യാപകമായി ഇപ്പോൾ ഇറാന്റെ വ്യോമപരിധിയിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങളും ഇക്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ ഒരു സംയുക്ത ഓപ്പറേഷനിലൂടെ ഇറാനിലെ പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളിലും ഇപ്പോൾ US ഇസ്രായേൽ സഖ്യസൈന്യം വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഐസൺ സൂചിപ്പിച്ചതുപോലെയുള്ള മരണങ്ങളൊക്കെ സംഭവിച്ചതും ഈ ആക്രമണങ്ങളിലാണ്. അതോടൊപ്പം തന്നെ ഇറാന്റെ പ്രധാനപ്പെട്ട ബാക്കിയുണ്ടായിരുന്ന പല ഇൻസ്റ്റലേഷൻസും തകർക്കാൻ ഈ ആക്രമണത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. IRGCയുടെ വിവിധ കേന്ദ്രങ്ങൾ തകർന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇറാനിയൻ പോലീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധ സംഭരണ കേന്ദ്രങ്ങൾ, അവരുടെ ലൊജിസ്റ്റിക്കൽ കേന്ദ്രങ്ങൾ എന്നിവയുമെല്ലാം ഈ ആക്രമണങ്ങളിൽ അടിച്ചു തകർത്തിട്ടുണ്ട് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. ഇതോടൊപ്പം തന്നെയാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ, നേരത്തെ ആക്രമണം നടത്താത്ത പുതിയ മേഖലകളിലേക്ക് കടന്നു ചെല്ലാനും സംയുക്ത സൈന്യത്തിന് ഇപ്പോഴത്തെ ഈ എയർ റെയ്ഡുകളിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പറയേണ്ടത്. എന്തായാലും അമേരിക്ക നൽകുന്ന പുറത്തുവിട്ട വിവരങ്ങൾ അനുസരിച്ച് 2 Su-22 ബോംബറുകൾ, അതായത് സോവിയറ്റ് മെയ്ഡായിട്ടുള്ള ലോങ് റേഞ്ച് ബോംബറുകളാണ്. അവ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് എന്ന് അമേരിക്ക അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഷഹീദ് ഡ്രോണുകൾ, സൂയിസൈഡൽ ഡ്രോണുകളാണ്, കമാസാക്കി ഡ്രോണുകളാണ്. അവയും ആക്രമിച്ച് തകർത്തതായി അമേരിക്ക ഇപ്പോൾ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഇറാന്റെ ആയുധ ശേഖരത്തിന് നേരെയും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അപ്പോൾ ഓരോ തവണയും ഓരോ ലക്ഷ്യങ്ങളുമായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സംയുക്ത വ്യോമസേന ഈ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ പറയേണ്ടത്. എന്നാലും പുതിയ ആക്രമണങ്ങൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് GCC രാജ്യങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകൾ, അതോടൊപ്പം തന്നെ അവരുടെ പ്രധാനപ്പെട്ട ഊർജ വിതരണ ശൃംഖലകളെയും ഒക്കെയാണ് ഇപ്പോൾ പ്രധാനമായും ഇറാൻ ആക്രമിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നേരത്തെ അരാംകോയുടെ അവരുടെ ഏറ്റവും വലിയ 2ാമത്തെ എണ്ണ ശുദ്ധീകരണശാല ആക്രമിച്ചിരുന്നു ഇറാൻ. അതിൻ്റെ ഭാഗമായി അത് അടച്ചുപൂട്ടുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തതാണ്. പക്ഷേ അതിന് പിന്നാലെ മറ്റിടങ്ങളിലേക്കും, പ്രത്യേകിച്ച് ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കുമൊക്കെ സമാനമായ രീതിയിലുള്ള ആക്രമണത്തിലേക്ക് ഇറാൻ പോയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തുവരുന്ന സൂചനകൾ, അല്ലെങ്കിൽ പുറത്തുവരുന്ന വിവരങ്ങൾ നമുക്ക് നൽകുന്നത്. ഒപ്പം അമേരിക്കയുടെ ബഹ്റൈനിലെ 5ാം കപ്പൽ പടയുടെ ആസ്ഥാനത്തും ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അവിടേക്കും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും കുവൈറ്റ് മേഖലയിൽ ഏറ്റവും പുതിയതായി 5ഓളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ഇതെവിടേക്കാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. UAE
മലയാളികൾ ഏറെയുള്ള റാസൽ ഖൈമ പോലെയുള്ള ഭാഗങ്ങളിലും ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഈ ആക്രമണങ്ങൾ നടന്നു, ഇതിൻ്റെ ഭാഗമായി തീയും പുകയും ഉയരുമ്പോൾ ആളുകൾ വളരെ ഭയാചകിതരാകുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. പക്ഷേ പലപ്പോഴും അവിടുത്തെ പ്രതിരോധ സേനകൾ വെടിവെച്ചിടുന്ന മിസൈലുകളുടെയും ഡ്രോണുകളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ വീണ തീ പടർന്നൊക്കെയാണ് പല അപകടങ്ങളും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. നേരിട്ട് മിസൈലുകളും ഡ്രോണുകളും ഒക്കെ പതിക്കുന്ന സാഹചര്യങ്ങൾ തുലവും കുറവാണ് ഈ ആക്രമണങ്ങളിലൂടെ എന്നുള്ളതും വ്യക്തമായി തന്നെ നമ്മൾ തിരിച്ചറിഞ്ഞിരിക്കണം. എന്തായാലും അമേരിക്ക ഏറ്റവും പുതിയതായി സ്ഥിരീകരിച്ചിട്ടുള്ളൊരു വിഷയം എന്നുള്ളത് അമേരിക്കയുടെ 3 യുദ്ധവിമാനങ്ങൾ, അമേരിക്കയുടെ F-15 ഈഗിൾ കാറ്റഗറിയിൽ പെടുന്ന 3 വിമാനങ്ങൾ കുവൈറ്റിൽ വെച്ച് തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇറാൻ അവകാശപ്പെടുന്നത് പോലെ ഇത് ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണത്തിൽ തകർന്നതല്ല, മറിച്ച് കുവൈറ്റിൻ്റെ പ്രതിരോധ സേന തന്നെ അബദ്ധത്തിൽ ശത്രുക്കൾ എന്ന് ധരിച്ച് വെടിവെച്ചിട്ടതാണ് എന്നുള്ളതാണ് അമേരിക്ക നൽകുന്ന വിശദീകരണം. ഇത് സംബന്ധിച്ച് ഈ വിമാനങ്ങളിൽ ഉണ്ടായിരുന്ന പൈലറ്റുകളെല്ലാം തന്നെ സുരക്ഷിതരാണെന്നും അവർ കൃത്യസമയത്ത് ഈ ആക്രമണം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഇജക്റ്റ് ചെയ്ത പാരച്യൂട്ടുകൾ വഴി രക്ഷപ്പെട്ടു എന്നുള്ളതുമാണ് അമേരിക്ക നൽകുന്ന മറ്റൊരു അപ്ഡേറ്റ് എന്നുള്ളത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വിമാനങ്ങൾ അമേരിക്കയുടെ ആഴ്സണലിലുള്ള, അമേരിക്കയുടെ ശേഖരത്തിലുള്ള ഏറ്റവും കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾ കൂടിയാണ് F-15E വിമാനങ്ങൾ എന്നുള്ളത് കാണേണ്ടതുണ്ട്. നേരത്തെ അമേരിക്കയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് വന്ന F-16 ഒക്കെ നമ്മൾ വെടിവെച്ചിട്ട ചരിത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ F-15E വിമാനങ്ങൾ തകർന്നതിൽ വലിയ കാര്യമൊന്നുമില്ല എന്ന് തന്നെയാണ് പറയേണ്ടിയിരിക്കുന്നത്. പക്ഷേ ഇനിയുമുള്ളത് F-18 സൂപ്പർ ഹോർണറ്റ് പോലെയുള്ള, അല്ലെങ്കിൽ F-22 റാപ്റ്റർ പോലെയുള്ള ലോകത്തെ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഫൈറ്റർ ജെറ്റുകളൊക്കെ അമേരിക്കയുടെ ആഴ്സണലിലുണ്ട്. അതൊക്കെ ഇറാനിൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും അത്ര വലിയ ആക്രമണങ്ങൾ ഇറാനിലേക്കും അഴിച്ചുവിടുന്നുണ്ട്. ഇറാൻ തിരിച്ചുള്ള ആക്രമണ ശ്രമങ്ങളും നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റു ചില പുതിയ വിവരങ്ങൾ കൂടി ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് രോഹിണി. അതായത് ഖത്തറിൻ്റെ പ്രതിരോധ മന്ത്രാലയം ഇപ്പോൾ ഇറാൻ നടത്തിയ ഒരു ആക്രമണം അംഗീകരിച്ചിട്ടുണ്ട്. അവരുടെ റാസ് ലഫാൻ മേഖലയിലുള്ള പ്രധാനപ്പെട്ട ഊർജ്ജ ശൃംഖലകളിൽ, ഊർജ്ജ വിതരണ സംവിധാനങ്ങളിലെയാണ് ഇറാൻ ലക്ഷ്യമിട്ടത് എന്നുള്ളതാണ് ഖത്തർ അറിയിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വിവരം എന്നുള്ളത്, വേറൊരു രാജ്യം കൂടി തങ്ങളുടെ നേവൽ അസറ്റുകൾ ഈ മേഖലയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ സൈപ്രസിലുണ്ടായ ആക്രമണം നമ്മൾ കണ്ടതാണ്. അവിടെ ബ്രിട്ടൻ്റെ ബേസിലേക്ക് ഇറാൻ നടത്തിയിട്ടുള്ള മിസൈൽ അറ്റാക്കൊക്കെ കണ്ടതാണ്. ഇപ്പോഴും പക്ഷേ ബ്രിട്ടൻ അതിനെ വലിയ കണ്ടില്ല എന്ന് നടിച്ചു പോകുന്നുണ്ടെങ്കിലും ബ്രിട്ടൻ്റെ സേനാസ്ഥാനങ്ങളെ ലക്ഷ്യമിട്ടും ഇറാൻ ആക്രമണം നടത്തി എന്നുള്ളതാണ്. പക്ഷേ അത് കണ്ടുകൊണ്ടിരിക്കാൻ ഇനി ഗ്രീസ് തയ്യാറല്ല എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഗ്രീസ് അവരുടെ കപ്പലുകൾ, അവരുടെ ചില കോർവെറ്റുകളാണ് ആ ഭാഗത്തേക്ക്, അതായത് സൈപ്രസ് മേഖലയിലേക്ക് അയച്ചിരിക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. ബൽഹാര ക്ലാസ്സിലുള്ള ഫ്രിഗേറ്റുകളാണ് അയച്ചിരിക്കുന്നത്. അപ്പോൾ ഒരു നേവൽ ശക്തി കൂടി, മറ്റൊരു മെഡിറ്ററേനിയൻ മേഖലയിലെ കരുത്തുറ്റ ഒരു രാജ്യം കൂടി ഈ യുദ്ധത്തിൻ്റെ ഭാഗമായി, അല്ലെങ്കിൽ ഈ യുദ്ധത്തിൽ തങ്ങളുടെ സൈനിക ശേഷി കൂടി ആ മേഖലയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഏതെങ്കിലും വിധത്തിൽ ഈ പറയുന്ന ഫ്രിഗേറ്റുകളെയോ ഗ്രീസിൻ്റെ ഏതെങ്കിലും രീതിയിലുള്ള വെസലുകളെയോ ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ ഗ്രീസും തിരിച്ച് സമാനമായ രീതിയിലുള്ള തിരിച്ചടി ഇറാന് നൽകുന്ന സാഹചര്യമൊക്കെ ഉണ്ടാകും. അപ്പോൾ അതും പുതിയൊരു എസ്കലേഷനുള്ള, പുതിയൊരു യുദ്ധത്തിൻ്റെ ഒരു വ്യാപ്തി കൂടാനുള്ള സാധ്യതയിലേക്കാണ് അതും വഴിതെളിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഘട്ടത്തിൽ പറയാനുള്ളത്, സ്വന്തം ജനതയെ ഭീഷണിപ്പെടുത്തിയിരിക്കുകയാണ് ഇറാനിലെ താൽക്കാലിക ഭരണകൂടം എന്നുള്ളതാണ്. അതായത് പ്രതിഷേധവുമായി സർക്കാരിനെതിരെ, അവിടുത്തെ ഇസ്ലാമിക ഭരണവ്യവസ്ഥയ്ക്കെതിരെ ഏതെങ്കിലും രീതിയിലുള്ള പ്രതിഷേധവുമായി തെരുവിലിറങ്ങുന്നത് അത് ശത്രുവിനൊപ്പമുള്ള സഹകരണമായി കണക്കാക്കും എന്നുള്ളതാണ് ഇറാനിലെ സർക്കാർ സ്വന്തം ജനതയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജുകൾ അയച്ച് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപും തുടങ്ങിക്കഴിഞ്ഞുമൊക്കെ അമേരിക്കൻ പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രിയും ഒക്കെ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് ഇസ്ലാമിക ഭരണത്തിനെതിരെ, ഇറാനിലെ നിലവിലത്തെ വ്യവസ്ഥിതിക്കെതിരെ അവിടുത്തെ ജനങ്ങൾ തന്നെ സംഘടിച്ച് പുറത്തു വരണം, അവർ അതിനെ എതിർക്കണമെന്നൊക്കെയാണ്, സർക്കാരിനെതിരെ ഉയർത്തെഴുന്നേൽക്കാനൊക്കെയാണ് അവർ ആവശ്യപ്പെടുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ശത്രുവിനൊപ്പമുള്ള സഹകരണമായി, ശത്രുവിനൊപ്പം നിൽക്കുന്നതായി കണക്കുകൂട്ടുമെന്നുള്ളതാണ് ഇറാൻ സർക്കാർ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ആളുകളോട് ആ ഭരണകൂടം, അവിടുത്തെ ഇസ്ലാമിക വ്യവസ്ഥ എന്താണ് ചെയ്യുന്നതെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അവരെ നിഷ്കരുണം വധിക്കും, പരസ്യമായി വധിക്കാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളൊരു കൊലപാതക ഭീഷണി, ഒരു വധഭീഷണിയൊക്കെ മുഴക്കി ഈ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുകയാണ് ഇറാൻ സർക്കാർ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ കാണേണ്ടത്. ഈ മരണസംഖ്യ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്നുള്ളത്, ഇറാനിൽ 555 പേർ
131 മേഖലകളിൽ നടന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വന്നിട്ടുള്ള മരണക്കണക്കുകളടക്കം വന്നിട്ടുള്ളത്. എന്തായാലും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സൗദി അറേബ്യയിലെ റാസ് ടനൂര ഓയിൽ റിഫൈനറി അടച്ചുപൂട്ടിയിട്ടുണ്ട്. അത് മേഖലയിലെ എണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വലിയ പ്രതിസന്ധികൾക്കൊക്കെ അതിൻ്റെയൊക്കെ ഒരു തുടർച്ചയാണ്. ഈ ഡൊമിനോസ് വീഴുന്നു എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ആ ഒരു രീതിയിൽ ഓരോ ഘട്ടങ്ങളായി ഒരു ഭാഗത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഇന്ധനം പുറത്തേക്ക് കൊണ്ടുപോകാൻ കൃത്യമായ കപ്പൽ ഗതാഗത സംവിധാനങ്ങൾ ഇപ്പോൾ ഇല്ല. അപ്പോൾ ഉൽപ്പാദനം നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നു. സ്വാഭാവികമായും അതൊക്കെ അടച്ചുപൂട്ടാൻ അവർ നിർബന്ധിതരാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നേരത്തെ UAE തീരത്തെ ഒരു എണ്ണ ഓയിൽ വെല്ല് ആക്രമിച്ചു ഇറാൻ എന്നുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അപ്പോൾ ആ മേഖലയുടെ സാമ്പത്തിക ശക്തിയെ തന്നെ GCC രാജ്യങ്ങളുടെ സാമ്പത്തിക ശക്തിയെ തന്നെ ഇല്ലാതാക്കുന്ന സമീപനവുമായിട്ടാണ് ഇപ്പോൾ ഇറാൻ മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് പറയേണ്ടി വരിക്കുന്നു. എന്തായാലും അമേരിക്കയുടെ അറബിക്കടലിലുള്ള അമേരിക്കയുടെ നിലവിലത്തെ വാർഷിപ്പുകളും വലിയ രീതിയിൽ ഇറാനെതിരെ ആക്രമണങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. ഡിസ്ട്രോയറുകൾ തുടർച്ചയായി ടൊമഹോക്ക് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം നടത്തുന്ന ദൃശ്യങ്ങളും കഴിഞ്ഞ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും യുദ്ധം കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇറാന്റെ ലക്ഷ്യങ്ങൾ എന്തെന്നുള്ള ചോദ്യമാണ് ഏറ്റവും അവസാനമായി വരുന്നത്. ഒരു പക്ഷേ ഈ GCC രാജ്യങ്ങളെ തുടർച്ചയായി ആക്രമിക്കുന്നത് അവരെ കൊണ്ട് അമേരിക്കയ്ക്കും ഇസ്രായേലിനും മുകളിൽ ഒരു സമ്മർദ്ദം ചെലുത്താനുള്ള ശ്രമമാണോ എന്നുള്ള വിലയിരുത്തലുകളും വരുന്നുണ്ട്. പ്രത്യേകിച്ച് നഷ്ടമേറെ ഉണ്ടാകുന്നത് GCC രാജ്യങ്ങൾക്കാണ്. ഇപ്പോൾ UAE ഇതുവരെ ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ഏതാണ്ട് $2 ബില്യൺ ചെലവഴിച്ചിരിക്കുന്നു ഇന്റർസെപ്റ്ററുകൾ മിസൈലുകളൊക്കെ ഉപയോഗിച്ചതിന്റെ ഭാഗമായി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് 2-3 ദിവസം പോലും ആകാത്തൊരു ഒരാക്രമണം, അതിനുവേണ്ടി UAE പോലെ ഒരു രാജ്യം $2 ബില്യൺ സ്വന്തം യുദ്ധം പോലുമല്ല, ആ $2 ബില്യൺ അവർ ചെലവഴിക്കേണ്ടി വന്നു ഇറാന്റെ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ എന്ന് പറയുമ്പോൾ ഈ യുദ്ധവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഭാരിച്ച സാമ്പത്തിക ചെലവുണ്ട്. ഈ സാമ്പത്തിക ചെലവ് വീട്ടാൻ GCC രാജ്യങ്ങൾ സമ്മർദ്ദമുണ്ടാകുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും അമേരിക്കയെയും ഇസ്രായേലിനും മുകളിൽ ഈ യുദ്ധം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കണം എന്നൊരു സമ്മർദ്ദം അവർ ചെലുത്തുമെന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് ഇറാൻ എന്ന് തുടങ്ങിയിട്ടുള്ള ചില വിലയിരുത്തലുകളും വരുന്നുണ്ട്. എന്തായാലും അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും യുദ്ധം തുടരുകയാണ്. ചരക്ക് കപ്പലുകളെ ആക്രമിക്കുന്നു, GCC രാജ്യങ്ങളെ ആക്രമിക്കുന്നു, അമേരിക്കൻ ബേസുകളെയും ഇസ്രായേലിനെയും ഒക്കെ ഇറാൻ ആക്രമിക്കാൻ ശ്രമിക്കുന്നു. അപ്പോഴേക്കും തിരിച്ച് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഭാഗത്ത് നിന്നും നരകം വിതയ്ക്കുന്ന ആക്രമണം, ഇറാന്റെ വിവിധ മേഖലകളിൽ നാശോന്മുഖമാക്കുന്ന ആക്രമണം ഉണ്ടായിക്കൊണ്ടുമിരിക്കുന്നു. ശരി, പ്രജിത് മോഹനനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒളിപ്പിക്കാതെ സത്യം പറ, ബാത്റൂം ഇത്ര ഫ്രഷും ക്ലീനുമായത് എങ്ങനെ? പുതിയ ലൈസോൾ ഫ്രഷ് ആൻഡ് ക്ലീൻ ബാത്റൂം ക്ലീനർ കൊണ്ട് കൂടുതൽ തിക്, പ്രത്യേകിച്ച് ബാത്റൂമിന് വേണ്ടി. ഇത് തരും 10 മടങ്ങ് വൃത്തിയും 12 മണിക്കൂർ വരെ സുഗന്ധവും. ഒരു വട്ടം വൃത്തിയാക്കൽ നീണ്ടു നിൽക്കുന്ന സുഗന്ധം. Dilip Sarkis, study abroad. Europe is the hope. Dilip Sarkis is the path. ടോയ്ലറ്റ് എവിടെ? ഹാർട്ട് അറ്റാക്ക്. എന്താ ടോയ്ലറ്റ് വൃത്തിയാക്കിയില്ലേ? പുതിയ ജോലി, പുതിയ ജീവിതം. എങ്ങനെ വൃത്തിയാക്കും? ഹാർപ്പിക്കിന്റെ സബ്സ്ക്രിപ്ഷൻ വാങ്ങൂ. ഇത് ഓരോ ഫ്ലഷിനൊപ്പം ടോയ്ലറ്റ് വൃത്തിയാക്കി സൂക്ഷിക്കും 1 മാസം വരെ. ഹാർപ്പിക് ഫ്ലഷ് മാറ്റിക് ടോയ്ലറ്റ് ക്ലീനിങ്ങിന്റെ സബ്സ്ക്രിപ്ഷൻ. ഭക്തിസാന്ദ്രം ആറ്റുകാൽ. ആറ്റുകാൽ ഉത്സവ വാർത്തകൾ പവർഡ് ബൈ The soul of royal art, കൈരളി ജുവലേഴ്സ്. തലമുറകൾ കൈമാറിയ ആയുർവേദത്തിന്റെ കരുതൽ, കൃഷ്ണതുളസി കഫ് സിറപ്പ്. ഇൻ അസോസിയേഷൻ വിത്ത് ദ നെസ്റ്റ് വുമൻ വെൽനസ് ആൻഡ് ഫെർട്ടിലിറ്റി ക്ലിനിക്. For expert cataract and retina care, Dr. Prem's Eye Hospital, Vanjiyur, Trivandrum. SUT Hospital, pioneering the path of healthcare excellence. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്ക്. പൊങ്കാലയ്ക്കുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ് ഭക്തർ. ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നും MS വീണ ചേരുന്നു. വീണ, അനന്തപുരി അങ്ങനെ ആറ്റുകാൽ ഉത്സവ ലഹരിയിൽ അമർന്നിരിക്കുകയാണ്. ആറ്റുകാൽ പൊങ്കാലയ്ക്കായുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതോടൊപ്പം ക്ഷേത്രത്തിൽ വലിയ രീതിയിലുള്ള ഭക്തജന തിരക്കും അനുഭവപ്പെടുന്നുണ്ട്. ക്ഷേത്ര ദർശനത്തിനായി മണിക്കൂറുകൾ നീളുന്ന ക്യൂ ആണ്. എല്ലാവരും അങ്ങനെ ആറ്റുകാലമ്മയെ കണ്ട് തൊഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം. ഭക്തി സാന്ദ്രമായി തന്നെ ആറ്റുകാൽ പരിസരം മാറിക്കൊണ്ടിരിക്കുകയാണല്ലേ?
തീർച്ചയായും രോഹിണി, ഭക്തിസാന്ദ്രമായ നിമിഷങ്ങളിലൂടെയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്ര പരിസരവും അനന്തപുരിയും കടന്നു പോകുന്നത്. വലിയ തരത്തിലുള്ള വലിയ ഭക്തജന തിരക്കാണ് നമുക്ക് ക്ഷേത്ര പരിസരത്ത് കാണാൻ സാധിക്കുന്നത്. തലേ ദിവസം ഇത് ആദ്യമായി നമുക്ക് തന്നെ പറയേണ്ടി വരും. കാരണം കഴിഞ്ഞ വർഷങ്ങളിലും അതിൻ്റെ മുൻ വർഷങ്ങളിലും കാണാത്ത വലിയ ഭക്തജന തിരക്ക്, അപൂർവമായിട്ടുള്ള ഭക്തജന തിരക്കാണ്